സിനിമയിൽ ലൈംഗിക അതിക്രമം ഉണ്ടെന്നത് വാസ്തവമാണെന്ന് സിനിമാ സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക. ഹേമ കമ്മിറ്റിക്കെതിരെയും രൂക്ഷമായ വിമർശനവുമായി ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തി. WCC ഒഴികെയുള്ള സംഘടനകളെയൊന്നും ഹേമ കമ്മിറ്റി വിളിക്കുകയോ വിവരശേഖരണം നടത്തുകയോ ചെയ്തില്ലെന്ന് ഫെഫ്ക ആരോപിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ 26 പ്ലാൻ ഓഫ് ആക്ഷനും ഫെഫ്ക പുറത്തിറക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ മാർഗരേഖയായി കാണുമ്പോൾ തന്നെ കമ്മിറ്റിയുടെ വിവരശേഖരണത്തിനെതിരെ വലിയ വിമർശനമാണ് ഫെഫ്ക ഉന്നയിക്കുന്നത്. WCCയുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തിയപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന അമ്മ ഫെഫ്ക അംഗങ്ങൾ എങ്ങനെയാണ് ഒഴിവാക്കപ്പെട്ടതെന്ന് പരിശോധിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച 15-അംഗ പവർ ഗ്രൂപ്പിലെ അംഗങ്ങളുടെ പേരുകൾ പുറത്തുവിടണം. 15-അംഗ പവർ ഗ്രൂപ്പും മാഫിയയുമെന്നത് സാക്ഷികളിൽ ചിലർ കരുതിക്കൂട്ടി പറഞ്ഞതാകാമെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന പേരുകൾ അത് വെളിയിൽ വരണം എന്ന് നിലപാടെടുത്തിട്ടുള്ള മലയാള സിനിമയിലെ ഒരു സംഘടന ഫെഫ്കയാണ് എന്നുള്ളത് നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഞങ്ങൾ ആദ്യ ഘട്ടത്തിലാണ് അത് പറയുന്നത്. ഒപ്പം ഇത് മലയാള സിനിമയുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഡോക്യുമെന്റ് ആയിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഫെഫ്ക കാണുന്നത്. എന്നാൽ ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഫെഫ്കയ്ക്ക് വളരെ കൃത്യമായ വിമർശനവും നിലപാടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുണ്ട്. പ്രധാനപ്പെട്ട വിമർശനം കമ്മിറ്റി കാണേണ്ട ആളുകളെ തിരഞ്ഞെടുത്ത രീതിയിലാണ്. സിനിമയിൽ ലൈംഗികാതിക്രമം ഉണ്ടെന്നത് വാസ്തവമാണ്. സ്ത്രീകൾ ലൈംഗികാതിക്രമം തുറന്നു പറയാൻ തയ്യാറായതിൽ WCCക്ക് നിർണായക പങ്കുണ്ടെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ലൈംഗിക ചൂഷണം തടയാൻ ഓഡീഷൻ പ്രക്രിയയടക്കം സംഘടനകളുടെ നിയന്ത്രണത്തിലാണ്. സിനിമയിൽ നിന്നും WCC അംഗങ്ങളെ വിലക്കിയെന്ന നടി പാർവതി തിരുവോത്തിന്റെ ആരോപണം തെറ്റാണെന്നും ഫെഫ്ക ഭാരവാഹികൾ അവകാശപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിൽ നടപ്പിലാക്കാൻ പുറത്തിറക്കിയ 26 വിശകലന രേഖ ഫെഫ്ക സർക്കാരിന് സമർപ്പിക്കും. ഇതോടൊപ്പം നയരൂപീകരണ സമിതിയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തയച്ചതായും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സമിതിക്ക് മുന്നിൽ ഹാജരാകേണ്ടതുകൊണ്ടാണ് ഈ തീരുമാനം. ജനം, കൊച്ചി.